കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. കനത്ത മഴയ്ക്കും മലവെള്ളപ്പാച്ചിലിനും പിന്നാലെ പുഴകളിൽ ജലനിരപ്പ് കുത്തനെ ഉയർന്നിട്ടുണ്ട്. പായം, വിളമന, കരിക്കോട്ടക്കരി, അയ്യൻകുന്ന് വില്ലേജുകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കക്കുവ, ബാവലി പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇന്നലെ വൈകുന്നേരം ആർളം വനമേഖലയിൽ ഉരുൾപൊട്ടിയതായിട്ടും സംശയമുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താന്ന് വെച്ചാൽ പ്രൊമോട്ടർമാരെ ഞാനും വിളിച്ചിട്ട് അവരെ കിട്ടുന്നില്ല. എല്ലാവരും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഫോൺ ഇത് പറമ്പാണ്, അതിൻ്റെ അപ്പുറത്തെ പുഴ. അപ്പോൾ പറമ്പിൻ്റെയും തോടിൻ്റെ ഒക്കെ അവസ്ഥയാണിത്. നമ്മളതിലിങ്ങനെ നടക്കാം വലിയ ആൾക്കാരൊക്കെ. ശാന്തി ചേച്ചിനോടൊക്കെ പറഞ്ഞിട്ടാ വന്ന. വേഗം കയറിപ്പോയിക്കോ, ഒറ്റക്കല്ലേ ഉള്ളൂ. വേഗം കയറിപ്പോയിക്കോ. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പലയിടങ്ങളിലെയും അവസ്ഥ സമാനമാണോ? ഇപ്പോ മഴ എങ്ങനെയുണ്ട്? കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വൈകുന്നേരം മുതലാണ് അതിശക്തമായ മഴ ആരംഭിച്ചത്. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ, ഇരിട്ടി അടക്കമുള്ള മേഖലയിൽ അതിരൂക്ഷമായിരുന്നു സ്ഥിതി. പാലത്തിന് മുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. ഇതിപ്പോ ആർളം എന്ന സ്ഥലത്ത് ആർളം ഫാമിലേക്ക് പോകുന്ന വഴിയാണ്. ഈ പാലപ്പുഴ പാലത്തിന് മുകളിൽ ഇന്നലെ വെള്ളമുണ്ടായിരുന്നു. അതായത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കല്ലും മണ്ണും കമ്പും കഷ്ണങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ പാലത്തിന് മുകളിലൂടെയാണ് ഇന്നലെ വെള്ളം ഒഴുകിയിരുന്നത്. ഇപ്പോൾ വെള്ളം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്, അതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ നമുക്കറിയാം, ഇത് മലയോര മേഖലയാണ്. ആർളം വനമേഖലയിൽ ഇന്നലെ ഉരുൾപൊട്ടി എന്നതാണ് സംശയിക്കുന്നത്. അല്ലെങ്കിൽ ഈ പാലം കവിഞ്ഞ് ഈ പുഴ ഒഴുകാനൊരു സാധ്യതയുമില്ല എന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലാണ്. ചേട്ടാ, ഇത് എപ്പം മുതലാണ് ഇങ്ങനെ വെള്ളം? ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് രാവിലെ വരെ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ രീതിയിൽ വെള്ളം? പിന്നെ അങ്ങ് വരെ വെള്ളം കയറി. ഇങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നോ? പിന്നെ എല്ലാ കൊല്ലം ഉരുൾപൊട്ടി എന്നൊരു സംശയം പറയുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി അറിയില്ല. വെള്ളമൊട്ടിയാൽ എന്റെ കൈവരിയും മേലല്ലോ തിരിയുന്ന വെള്ളം വെള്ളം കയറുന്നേ. അപ്പൊ വീടുകളിൽ കയറിയിട്ടുണ്ട്. വീടുകളിൽ ആടെ ചെറിയൊരു വീടുകളിൽ കയറിയിട്ടുണ്ട്. അതിനത് ഇതുകൊണ്ടല്ല, അവിടെ ഒരു കെട്ടറിഞ്ഞുകൊണ്ടാണ്. ഫാമിന്റെ അത് അറിയില്ല. ഫാമിന്റെ ഉള്ളിൽ പോയിട്ടില്ല നമ്മള്. ഫാമിലൂടെ വീട്ടിൽ പൊട്ടാണ്ടിങ്ങനെ വെള്ളമില്ല. വെള്ളം പൊട്ടിയൊരു ആ ഭാഗത്ത് പൊട്ടിയതാന്ന് ഇങ്ങനെ കറണ്ട്. ഇന്നലെ പിന്നെ കുറേ മഴയല്ലേ, നല്ല മഴയല്ലേ. രാവിലെ മുതലേ പെയ്യുന്ന കാറ്റുണ്ടായിരുന്നു. മരങ്ങളെല്ലാം പൊട്ടി വീണ് കറണ്ട് ഇന്നലെ രാവിലെ മുതലേ ഇല്ല. ഇപ്പം വന്നിട്ടില്ല. നമ്മൾ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. അയ്യൊരു ദേശം കറണ്ട് പോയി. ഇന്റെ വീട്ടിലില്ല. ഇല്ല. മഴ ഇപ്പൊ ലേശം ശമനമുണ്ട്. രാത്രിയില്ല ആശങ്ക. കാറ്റുണ്ട്, ഇടക്കിടക്കേ കാറ്റുണ്ട്, മഴയുണ്ട്, നല്ല മഴയാണ്, ഒരാതെ മഴയാണ്. ഇന്നലെ രാത്രി പോകാൻ പറ്റില്ല. പോലീസുകാർ ഇവിടെ ഉണ്ട്, 2 ഷിഫ്റ്റായിട്ട് അവരുണ്ട്. ആദ്യം വിട്ടിട്ട് അതാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. ആ രീതിയിൽ വെള്ളം ഉയർന്ന നിലയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവുണ്ട്, അതായത് മഴ കുറവുണ്ടെന്നതാണ് ആശ്വാസം. പക്ഷേ ഇങ്ങനെ, അതായത് വളരെ വളരെ പെട്ടെന്നാണ് ഈ മലയോര മേഖലയിൽ വെള്ളം കയറിയത്. പ്രത്യേകിച്ചും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പാണ് ഈ പ്രത്യേകിച്ചും ഇരിട്ടി മേഖലയിലെ പായം, കരിക്കോട്ടക്കരി, അയ്യൻകുന്ന് തുടങ്ങിയ വില്ലേജുകളിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കാരണം ഈ മേഖലയിൽ ഈ ഉരുൾപൊട്ടി എന്ന സംശയമാണുള്ളത്. അതുകൊണ്ടാണ് ഈ മലവെള്ളപ്പാച്ചിൽ പുഴകളിൽ ഉണ്ടാവുകയും പുഴയോരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ, കടകളിലൊക്കെ തന്നെ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വലിയ കുത്തൊഴുക്കാണ് ഈ പുഴകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കുത്തൊഴുക്കിൽ മരങ്ങളും മറ്റും ഒലിച്ചു വന്ന് ഈ പാലത്തിന് സൈഡിൽ തട്ടിക്കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാവലിപ്പുഴയിലും ഒപ്പം കക്കുവ പുഴയിൽ, ഈ 2 പുഴകളിലാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല. നേരിയ ഒരു തോർച്ച മാത്രമാണ് മഴയ്ക്ക് ഇപ്പോഴും ഉള്ളത്. മഴ പൂർണ്ണമായി മാറിയാൽ മാത്രമേ വലിയൊരു ആശ്വാസം തീർച്ചയായിട്ടും ഫെലിക്സ് തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. കാരണം ശക്തമായ രീതിയിൽ മഴ ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ. ഇപ്പോൾ നേരിയ ശമനമുണ്ട്. പക്ഷേ ഇനിയും വരും മണിക്കൂറുകളിൽ മഴ തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിലെയും അവസ്ഥ ഇതുതന്നെയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്.
13ന്റെ അവസ്ഥയാണ്. ഞാൻ പ്രൊമോട്ടർമാരെ ആരെയും വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഇവിടെ പുഴയുടെ സൈഡിലുള്ളവരെയൊക്കെ ഞാൻ മേളിലേക്ക് ബില്ലിംഗ് അല്ല, ഞാൻ എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ടർമാരെ ഞാൻ വിളിച്ചിട്ട് അവരെ കിട്ടുന്നില്ല. എല്ലാവരും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഫോൺ ഇത് പറമ്പാണ്, അതിൻ്റെ അപ്പുറത്തെ പുഴ. അപ്പോൾ പറമ്പിൻ്റെയും തോടിൻ്റെയൊക്കെ അവസ്ഥയാണിത്. നമ്മളതിലിങ്ങനെ നടക്കാം വലിയ ആൾക്കാരൊക്കെ. കാന്തി ചേച്ചിനോടൊക്കെ പറഞ്ഞിട്ടാ വന്ന. വേഗം കയറിപ്പോയിക്കോ, ഒറ്റക്കല്ലേ ഉള്ളൂ. വേഗം കയറിപ്പോയിക്കോ. ഒരു സ്റ്റെപ്പ് ചിന്നുവേ, വേഗം പോ, വാതിലടച്ചിട്ട്. വെള്ളം ഇതാ കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ വെള്ളം പിന്നെയും കൂടി. എന്താ തന്നെ ഇവര് പിന്നെ എങ്ങനെ അവിടെ നോക്കി നിൽക്കുന്ന വേഗം വേഗം പോവാനുള്ള. നമ്മളെ കണ്ട് പേടിച്ച് പോവുകയാണ്. ഇതാണ് അവസ്ഥ. ഇതാ ദൃശ്യങ്ങളിൽ കാണാം, വെള്ളം അത്രമാത്രം കുത്തിയൊഴുകുകയാണ്. ആളുകളുടെ ഒരു ആശങ്ക അവരുടെ വാക്കുകളിലുണ്ട്. പറമ്പും തോടും ഒക്കെ തന്നെ കരകവിഞ്ഞ് വെള്ളമാണ് നിൽക്കുന്നത്. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, ഈ കക്കുവ, ബാവലി പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടത്തും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുഴയുടെ തീരത്തുള്ളവരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? ആറളം ഫാമിലെ 11, 13 ബ്ലോക്കുകളിലാണ് ഇന്നലെ വലിയ രീതിയിൽ വെള്ളം ഉയർന്നത്. അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 30ഓളം കുടുംബങ്ങളെയാണ് ഈ പ്രദേശത്ത് നിന്ന് മാത്രം ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അതായത് കുത്തനെ വെള്ളം ജലനിരപ്പ് പുഴയിൽ ഇങ്ങനെ ഒഴുകിയാണ് ഉണ്ടായത്. അതായത് അതിന് കഴിഞ്ഞ ദിവസം ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതലാണ് വെള്ളം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ആശങ്കയെ നിലനിൽക്കുന്നത്. ഈ മരങ്ങൾ, അതായത് ഇങ്ങനെ വെള്ളം കുത്തിയൊലിച്ചു വന്നതിനെ തുടർന്ന് ഈ പാലപ്പുഴ പാലത്തിൽ മരം വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം പോകാനടക്കം പ്രയാസമുണ്ട്. അങ്ങനെയാണ് ഈ പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറുന്നത്. അങ്ങനെ ഈ പാലം കവിഞ്ഞ് വെള്ളം ഒഴുകുന്നൊരു സാഹചര്യമായിരുന്നു ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് പാലപ്പുഴ വഴി ആറളം ഫാമിലെ ബ്ലോക്കുകളിലേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ആശ്വാസമല്ല. കാരണം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഏതായാലും വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്നതും ഒരു വലിയ ആശങ്കയെ നിലനിൽക്കുന്നു. ഈ കുടുംബങ്ങളെ പലയിടങ്ങളിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ആറളം ഫാമിലെ 11, 13 ബ്ലോക്കുകളിലാണ് 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്.